യഥാർത്ഥത്തിൽ ഈ പ്രസംഗം ഈ പാർലമെൻറ്റിലെ വോട്ടെടുപ്പിനും അതുപോലെ ഈ ബില്ല് അവതരണത്തിനും മുൻപ് തന്നെ തയ്യാറാക്കി റെക്കോർഡ് ചെയ്ത് വെച്ചൊരു പ്രസംഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് ഒരു സംഭവങ്ങളുടെ ഒരു പരമ്പര അല്ലെങ്കിൽ നാടകങ്ങളുടെ ഒരു പല രംഗങ്ങൾ കൃത്യമായി ആവിഷ്കരിച്ച് അതിൻ്റെ അവസാനത്ത് വന്ന് ഒരു പ്രഭാഷണം നടത്തി പോവുകയാണ് പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ളത്. നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗം എന്ന് പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയതാണ് എന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളാണ്. ഭരണഘടനാ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നതിന് മുൻപ് ഗവൺമെൻറ്റിന് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഇന്നലെ ഒഴുക്കിയ ഈ മുതലക്കണ്ണുനീർ ചുരുങ്ങിയത് അവിടെയെങ്കിലും ഒഴുക്കാമായിരുന്നു. ആ ഭാഗം ഇരിക്കട്ടെ. 940 ദിവസത്തിന് ശേഷം ഒരു നിയമം ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യുകയാണ്. ഭേദഗതി ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം നമ്മുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ നടക്കുന്ന ചില സമീപകാലത്തെങ്കിലും നടക്കുന്ന ചില അപൂർവമായ ചില കാര്യങ്ങളാണിത്. പ്രാബല്യത്തിൽ വന്ന് ആക്റ്റായതിനു ശേഷം 940 ദിവസത്തിന് ശേഷം ഒരു ബില്ല് നോട്ടിഫൈ ചെയ്യുന്നു, ഒരു ആക്ട് നോട്ടിഫൈ ചെയ്യുന്നു. തുടർന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഏകകണ്ഠമായി നമ്മളെ ലോക്സഭയും രണ്ടാളെ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് രാജ്യസഭയും പാസ്സാക്കിയ ഒരു നിയമത്തെയാണ് ഒരു വിവാദ വസ്തുവാക്കിയിട്ട് വിവാദ നിയമമാക്കിയിട്ട് പ്രധാനമന്ത്രി മാറ്റുന്നത്. ഇത് ആരുടെയാണ് ഉത്തരവാദിത്തമാണ്? പ്രധാനമന്ത്രിക്കും സംഘത്തിനും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസംഗത്തിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോയിന്റ്, ഒരു വസ്തുത നമുക്ക് കാണാൻ കഴിയില്ല. സാധാരണ ഒരു ഇലക്ഷൻ റാലിയിൽ നടത്തുന്ന പ്രസംഗം അദ്ദേഹം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചിട്ട് ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പ്രമുഖ പാർട്ടികളെ പേരെടുത്ത് വിമർശിച്ചു. അതിനുശേഷം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന SPയെ വിമർശിച്ചു. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ പ്രസംഗിക്കുന്നത് എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലാണ് ഈ പ്രസംഗം മുഴുവൻ നടന്നിരുന്നത്. മോഡി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മേധാവി ഇതാവാം, പക്ഷെ പ്രധാനമന്ത്രി രാജ്യത്തെ ഔദ്യോഗിക സംവിധാനങ്ങളെ കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രസംഗം നടത്തുമ്പോൾ വസ്തുതകളിൽ ഊന്നിയിട്ടായിരിക്കണം പറയേണ്ടത്. ഇതിപ്പോൾ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിൻ്റെയും പ്രധാനമന്ത്രിയല്ലേ. ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അയാൾക്കും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിരിക്കുന്ന കുറേ BJP അല്ലെങ്കിൽ ആളുകളുടെ മാത്രം പ്രധാനമന്ത്രിയാണോ? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ BJP ഓഫീസിൽ നിന്ന് അഭിസംബോധന ചെയ്യുന്ന പോലെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. വളരെ ഗുരുതരമായിരിക്കും ചില പ്രശ്നങ്ങളാണ് ഈ പ്രസംഗം ഉന്നയിക്കുന്നത്, ഉയർത്തുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്ട് 5 സംസ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഗ്രോസ് വയലേഷനാണ്. കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് സെൻസർ TVയും ദൂരദർശനും ആകാശവാണിയും ഒക്കെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ ഉൾപ്പെടെ ഇങ്ങനെ വിമർശിക്കാൻ സാധിക്കുന്നത്? അവരെക്കുറിച്ച് ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗങ്ങൾ നടത്താൻ സാധിക്കുന്നത്? ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഈ സംവിധാനങ്ങളിലൂടെ പ്രസംഗം നടത്താനുള്ള അവസരമുണ്ട്. പ്രധാനമന്ത്രിക്ക് അതിനകത്തുനിന്ന് ഒരു എക്സംഷനൊന്നുമില്ല. പ്രധാനമന്ത്രി വളരെ ഗുരുതരമായൊരു ലംഘനം നടത്തി. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ CPIM ഉള്ള നിലയിൽ ഈ കാര്യം ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ലംഘനമാണ് എന്നും നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമെന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കാലത്ത് തന്നെ ആ കത്ത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായിരുന്നാലും അങ്ങേയറ്റത്തെ പരാജയം മറച്ചുവെക്കാൻ പ്രതിപക്ഷത്തിൻ്റെ മേലിൽ ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. ഈ പ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അവസാന രംഗം മാത്രമാണ്. ഈ മുതലക്കണ്ണുനീര് കൊണ്ടൊന്നും സ്ത്രീകളുടെ വോട്ട് കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിലും വിശ്വസിക്കേണ്ടതില്ല. 543-ൽ 181 കൊടുക്കാൻ നാളെ പ്രത്യേക സമ്മേളനം വിളിച്ചാൽ പങ്കെടുക്കാൻ സഹകരിക്കാൻ തയ്യാറാണ്. 2023 ഉൾപ്പെടുത്തിയ 334A എന്ന് പറയുന്ന ക്ലോസ് എടുത്തു കളഞ്ഞാൽ സാധാരണഗതിയിൽ ഈ പ്രശ്നം തീരും. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധമാണ് എന്ന് പലതവണ അറിയിച്ചു. ഇവർക്ക് ഇത് വെച്ചുകൊണ്ടൊരു രാഷ്ട്രീയം കളിക്കണം. അത് പൊളിഞ്ഞതിനകത്തുള്ള നിരാശയാണുള്ളത്. ഞാൻ പിന്നെ വേറെ വിചാരിച്ചൊരു കാര്യം, നാട്ടിൽ കിട്ടാത്ത ഈ ഗ്യാസിൻ്റെ ക്ഷാമം വളരെ കൂടിയിരിക്കുന്നതുകൊണ്ടും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഗൾഫിൽ പ്രയാസത്തിലായതുകൊണ്ടും, പ്രത്യേകിച്ച് ഗൾഫിൽ പ്രയാസത്തിലായതുകൊണ്ടും, അങ്ങനെ ഒരു സർവ്വദേശീയ രംഗത്ത് അനിശ്ചിതത്വം ഉള്ളതുകൊണ്ടും, പിന്നെ എംസ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുള്ളതുകൊണ്ടും അതൊക്കെ ഈ ദേശവാസികളോട് പറയാനും കൂടി ആയിരിക്കും ഈ സമയം ഉപയോഗപ്പെടുത്താനുള്ളതാണ്. പക്ഷേ വെറും തരംതാണ് ഒരു മൂന്നാം കിട നാടകമായിപ്പോയി ആ പ്രസംഗം.